ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിലാണ് ഇനി വരുന്ന ആഴ്ച കടന്നു പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ പത്മയെല്ലാം മരിച്ചതെന്നുള്ള വിവരം എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ പത്മ എവിടെ പോയി അതിനുള്ള അന്വേഷണത്തിലാണ് എല്ലാവരും. പത്മ മിസ്സിംഗ് ആണ് എന്ന രീതിയിൽ അങ്ങനെ നമ്മുടെ അർജുനാണെങ്കിൽ അമ്പാടിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അമ്പാടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർജുനോട് ചോദിക്കണ്ടേ, എടാ എന്റെ പത്മേനെ അടക്കം ചെയ്തു, നീയാണോ കർമ്മങ്ങളും ക്രിയകളൊക്കെ ചെയ്തത് എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അർജുൻ പറയണ്ടേ, എടാ അത് ഒരു കാര്യമുണ്ട് എന്ന് പറയാണ്. എന്താടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അത് പത്മയുടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ്. പക്ഷേ ചിതയിലേക്ക് എടുക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ CSR ഉണ്ടല്ലോ, CSRും അതുപോലെ തന്നെ കുറച്ച് പോലീസുകാരും പിന്നെ ഒരു ഉമ്മയും ഒരു പാവപ്പെട്ട ബാപ്പയും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സംശയം, ആ ബാപ്പയുടെ ഉമ്മയുടെ മകൾ നസീബയാണോ നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന പത്മ എന്ന്. നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, എടാ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. അവർക്കൊരു സംശയം, അവരുടെ മകളാണോ ഈ കിടക്കുന്നതെന്ന്. കാരണം അതേ ദിവസം റെയിൽവേ ട്രാക്കിൽ മരിച്ച ഒരു പെൺകുട്ടിയുണ്ട്, നസീബ. തമിഴ്നാട് സ്വദേശിയാണ്, പക്ഷെ എങ്കിലും മലയാളവും കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് പത്മയാണോ നസീബയാണോ എന്നൊരു സംശയത്തിലാണ് പോലീസും എല്ലാവരും. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പത്മയാവാൻ ചാൻസ് ഇല്ലടാ. അപ്പോ പത്മ ജീവനോടെ ഉണ്ടോ? എടാ നീ ഒരുപാട് അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ആവണ്ട. ഒരുപാട് ഇത് ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷനും ചെയ്യണ്ട. ചിലപ്പോ അത് പത്മയായിരിക്കാം, പത്മ ആവാതിരിക്കാം. പത്മ ആയില്ലെങ്കിൽ തന്നെ പത്മ എവിടെയാണ്, അതിനെക്കുറിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. എടാ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുവാണ്. എനിക്ക് തോന്നുന്നു പത്മ മരിച്ചിട്ടുണ്ടാവില്ലെന്ന്. എടാ ഇപ്പോ പോലീസുകാർ വന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പൊ എല്ലാവരും നമ്മൾ പത്മ മരിച്ചു എന്ന രീതിയിലായിരിക്കും നമ്മൾ എല്ലാവരും കഴിയുന്നുണ്ടാവാ. എന്തായാലും നമുക്ക് നോക്കാം, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഉടനെ തന്നെ ചിലപ്പോ പത്മ ജീവനോട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കിട്ടോടാ. പത്മ നല്ലൊരു പെൺകുട്ടിയാണ്, അവളെ തിരിച്ചു കിട്ടും. നീ അവളെ വിവാഹം കഴിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പാടിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അർജുൻ. അമ്പാടിക്ക് ഭയങ്കര സമാധാനമാണ്. ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ അഞ്ജലി കുളിച്ച് തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് വരട്ടെ. അപ്പൊ അർജുനെ വിളിക്കണ്ട്. രാജീവ്, എനിക്ക് ആ രാജീവിനൊന്ന് കാണണം, അമ്പലത്തിലേക്ക് വരാവോ എന്ന് ചോദിക്കാണ്. അർജുൻ അഞ്ജലിനെ കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അമ്പലത്തിലേക്ക് പോകുമ്പോഴേക്കും അർജുന്റെ അടുത്ത് അഞ്ജലി പറയുന്നുണ്ട്, മരിച്ചത് പത്മയല്ല നസീബയാണെന്ന് CA നന്ദൻ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ആണോ? അപ്പോ അത് പത്മയല്ലല്ലേ? അല്ല അത് പത്മയല്ലേ. ഹോ സമാധാനായി എന്ന് പറയാണ്. രാജീവ്, നമ്മൾക്ക് അന്വേഷിക്കണം, പത്മ എവിടെയുണ്ടെന്ന് നമുക്ക് അന്വേഷിക്കണം. ആ ഒരു രാഷ്ട്രീയ ഗുണ്ടായ കുറുപ്പും പിന്നെ അയാളുടെ കൊട പിടിക്കാൻ നിൽക്കുന്ന ആ രാഘവനെന്ന് പറഞ്ഞ വക്കീലും എല്ലാവരും ഇപ്പൊ പത്മേനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അവള് ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവളെ കണ്ടുപിടിച്ച് ഇല്ലായ്മ ചെയ്യാനായിട്ട്. അതുകൊണ്ട് അവരവരുടെ അടുത്തെത്തുന്ന മുമ്പ് നമുക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും ആ കാര്യത്തിന് ഞാൻ തന്റെ കൂടെ ഉണ്ടാവോടോ. നോക്ക്, നമ്മുടെ രണ്ടുപേരും കൂടി പത്മേനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെ പത്മേനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരെ, അതായത് അച്ഛൻ, അമ്മ, ഇളയച്ചൻ, ഇളയമ്മ, അവരെല്ലാവരും തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കും പെണ്ണ് ചോദിക്കാനായിട്ട്. ശേഷം ഒഫീഷ്യലായിട്ട് തന്നെ നമ്മുടെ മാരേജ് നടക്കും. സത്യമാണോ രാജു? പത്മേനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രാജു വിവാഹക്കാര്യം വീട്ടിൽ പറയോ? പിന്നെ പറയാതിരിക്കാൻ പറ്റോടോ? നമ്മൾ എത്ര നാളിത് ഒളിപ്പിച്ചു വെക്കും? അതും ശരിയാണ്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് പത്മേനെ കണ്ടുപിടിക്കുന്നു അല്ലേ? അതെ, അതിന് ഞാൻ തന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ അഞ്ജലിയുടെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്യാണ് അർജുൻ കേട്ടോ. പക്ഷെ അതേസമയം അവര് പറയണേക്കാളും മുമ്പേ ഈ കാര്യങ്ങളൊക്കെ വീട്ടുകാരെ അറിയുന്നുണ്ട്. ആദ്യം അറിയുന്നത് കുറുപ്പാണ് കേട്ടോ. കാരണം കുറുപ്പാണല്ല സമൂഹ വിവാഹവും കാര്യങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെ കുറുപ്പാണ് ഈ ഒരു സംഭവം ആദ്യം അറിയണത്. ഇതറിഞ്ഞ കുറുപ്പ് വേഗം തന്നെ രാഘവനെ വിവരം അറിയിക്കാണോ. എടോ, തന്റെ മകനുണ്ടല്ലോ ആ അർജുൻ, അവൻ അഞ്ജലിയായുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്റെ മകൻ അർജുന്റെ വിവാഹം കഴിഞ്ഞോ? താൻ വലിയ സ്വപ്നവും കണ്ടോ? ഒരിക്കലുമില്ല, നെവർ. അത് ഞങ്ങൾ വീട്ടുകാരൊന്നും അറിയാതെ. എടോ, താൻ എന്താ തന്റെ മകനെ കുറിച്ച് വിചാരിച്ചേക്കണ? അവനെ വിളഞ്ഞ വിത്താണ് എന്ന് പറയാണ്. തന്റെ മകനെ കുറിച്ച് അനാവശ്യം പറയുന്നത് കേട്ടോ. ശരിയാ, അവനെ കുറിച്ച് തന്റെ ഇടത്തരവും അതുപോലെ സ്വന്തമായിട്ടുള്ള തീരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവന്റെ വിവാഹം കഴിഞ്ഞത് താനങ്ങനെ വന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കൊന്നുമില്ല. താൻ വിശ്വസിക്കണ്ടോ? ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാതെ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു സമൂഹ വിവാഹം നടത്തിയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ആ സമൂഹ വിവാഹത്തിൽ കയറി അവർ രണ്ടുപേരും കൂടി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. അത് കാണുമ്പോഴേക്കാണ് രാഘവനെ ആകെ ഞെട്ടിപ്പോട്ടോ.
ഇത് അർജുനും അഞ്ജലി അല്ലേ? അതെ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന്. ആലപ്പുഴയെന്ന് ഒരു കൂട്ടര് വരാനുണ്ടായിരുന്നു വിവാഹത്തിന് പങ്കെടുക്കാനായിട്ട്. അവർക്ക് ആ ദിവസം വരാൻ പറ്റിയില്ല. ആ ഒരു സ്ഥാനത്താണ് ഇവർ രണ്ടുപേരും കയറി സ്റ്റേജിൽ കയറി വിവാഹം കഴിച്ചത്. രാഘവനെ എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. താൻ വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കണോ? തന്റെ മകനോട് പോയി ചോദിക്കുക. അവിടുത്തെ രജിസ്റ്ററിൽ അവൻ ഒപ്പ് വെച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അവള് തന്നെയാണോ തന്റെ മരുമകള്. ഇനി തന്നെ മരുമകള് വലതുകാലം വെച്ച് നിലവിളക്കും കൊടുത്ത് അകത്തേക്ക് കയറ്റിക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവളെങ്ങാനും ഈ വീടിന്റെ പടി കയറി വരുവാണെങ്കിൽ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങും എന്നൊക്കെ രാഘവന് പറയണം. എന്തായാലും എന്റെ മോളുടെ ജീവിതം നശിനുമല്ലേ അല്ലേ രാഘവ? അല്ലെങ്കിൽ തന്റെ മോനെ ഇനി എന്റെ മോൾക്ക് വേണ്ടിടോ? അല്ലെങ്കിൽ അത്രയേറെ അഹങ്കാരം പിടിച്ചൊരു പയ്യനെ എന്റെ മോൾക്ക് വേണ്ട. നല്ല ഈ നാട്ടിലെ വേറെ പയ്യന്മാരില്ലെന്നാണ് അവന്റെ വിചാരം. നോക്കിക്കോ, അവനെക്കാളും നല്ലൊരു പയ്യൻ എന്റെ മോൾക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിക്കും. താൻ നോക്കിക്കോടോ, നോക്കിക്കോ, ഇന്നു മുതൽ താനും ഞാനും ശത്രുക്കളാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കുറിപ്പ് ഇറങ്ങി പോവാട്ടോ. രാഘവണിക്ക് ആകെ ഷോക്ക് പോലെ ആവാണ്. അപ്പൊ തന്നെ രാഘവണി ഈ കാര്യം വീട്ടിലെല്ലാവർക്കും പറയണ്ട. അതെ, എല്ലാരും കൂടെ വന്നേ. എല്ലാവരും ഞാൻ അവനെ അർജുനെ കുറ്റപ്പെടുത്തുമ്പോ അവനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഗോവിന്ദ നീ ഉണ്ടാവുമല്ലോ, രമ്യ നീ ഉണ്ടാവാറില്ലേ? എന്നിട്ട് അവന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോ അവൻ നിങ്ങളടുത്ത് പറഞ്ഞോ? പറ, നിങ്ങളടുത്ത് പറഞ്ഞോ അവനെ സപ്പോർട്ട് ചെയ്യാൻ? നിങ്ങളത് പോലും അവൻ ആ കാര്യം പറഞ്ഞോ? എന്ത് കാര്യമാണ് ഏട്ടാ? ഏട്ടനൊന്ന് തെളിച്ചു പറ, എങ്കിൽ ഞാൻ പറയാം. അവന്റെ വിവാഹം കഴിഞ്ഞു. ഏട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? അർജുന്റെ വിവാഹം കഴിഞ്ഞു എന്ന്. അതെ, അർജുൻ രാഘവൻ എന്ന് പറഞ്ഞ എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞു. ഏട്ടൻ എന്തൊക്കെയാ പറയണത്? അതെ, സത്യം, പരമാർത്ഥ സത്യം. പിന്നെ വധു ആരാന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാരും ഞെട്ടും. അത് വേറെ ആരുമല്ല, അവളാ, ആ അഡ്വക്കേറ്റ് അഞ്ജലി. എന്നിട്ട് നിങ്ങളടുത്ത് പറഞ്ഞോ അവന്റെ വിവാഹം കഴിഞ്ഞ കാര്യം? ഇല്ലല്ലോ. എന്തൊക്കെയായിരുന്നു? അവൻ നല്ല കുട്ടിയാണ്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനിയേ നോക്കിക്കോ, അവനെങ്ങാനും അവളെ വിളിച്ചോണ്ട് ഈ വീടിന്റെ പടി എങ്ങാനും ചവിട്ടുവാണെങ്കിൽ ആ ദിവസം തന്നെയായിരിക്കും ഈ വീടിന്റെ പടി ഇറക്കം എന്റെയും സംഭവിക്കാൻ പോണത് എന്നൊക്കെ രാഘവനുണ്ണി ഇങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുന്ന അനുപമ വേഗം വീട്ടിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്. അച്ഛന്റെ പുന്നാര മകളുണ്ടല്ലോ അഡ്വക്കേറ്റ് അഞ്ജലി, എന്തായിരുന്നു ചെറുപ്പം മുതലേ നിങ്ങൾക്ക് അവളോടായിരുന്നല്ലോ ഇഷ്ടം കൂടുതലൊക്കെ. എങ്കിലേ നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ അറിയാതെ അവളുടെ ജീവിതത്തിലെ വലിയൊരു സംഭവം അവള് ചെയ്തു. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ എന്ന് ശ്യാമള പറയുമ്പോഴേക്കും അനുപമ പറയണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞു, ആരും അറിയാതെ ഒളിച്ചു, അവള് വിവാഹം കഴിച്ചു എന്ന് പറയാണ്. നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലേ അവളുടെ അടുത്ത് പോയി ചോദിക്ക്, അപ്പൊ അവള് സത്യങ്ങളൊക്കെ തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് അനുപമ അവിടെ നിന്ന് പോവാണ്. ശ്യാമള നമ്മുടെ ശിവരാമനോട് ചോദിക്കണ്ട്, മനുഷ്യ അവള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവും? പിന്നെ അവള് പറഞ്ഞത് സത്യം, അവള് പോയി പണി നോക്കാൻ പറ എന്ന് പറയാണ്. ശേഷം നമ്മുടെ ശിവരാമന് ചില സംശയം പോലെട്ടാ, അന്ന് ആ ഒരു സമൂഹ വിവാഹത്തിലെ ഫോട്ടോ പത്രത്തിലേക്ക് വന്നിരുന്നല്ലോ, ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് അവരും അതിനെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും അഞ്ജലിയുടെ വായിന്ന് സത്യങ്ങൾ അറിയണമല്ലോ. അഞ്ജലി വരുമ്പോഴേക്കും നമ്മുടെ ശ്യാമൾ ഒരു മുഖത്തൊരു ഒറ്റയടി വെച്ച് കൊടുക്കാണ്. എന്നിട്ട് ചോദിക്കേണ്ടേ, എടി നിന്റെ വിവാഹം കഴിഞ്ഞു അല്ലേ? അമ്മേ അത് പിന്നെ ഞാൻ ഓഹോ അപ്പൊ സത്യമാണല്ലേ എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ ഒളിപ്പിച്ചിരിക്കണ താലിമാല എടുത്ത് നോക്കുവാണ്. മനുഷ്യ ഇവള് വിവാഹം കഴിഞ്ഞു, ഇവള് നമ്മളെ ചതിച്ചു, ഇവളുടെ ചേച്ചിനെ പോലെ ഇവള് നമ്മളെ ചതിച്ചു. അയ്യോ അമ്മ ഇങ്ങനെ പറയല്ലേ, ഞാൻ ആ സാഹചര്യം ഞാൻ എനിക്ക് പറഞ്ഞു തരാം. വേണ്ട ഒന്നും പറയണ്ടേ എന്ന് പറയുമ്പോഴേക്കും ശിവരാം പറഞ്ഞു, എന്റെ പ്രതീക്ഷയാണ് ഇവളെ ഇല്ലാതാക്കിയത്. എനിക്ക് ഇവളെ കുറിച്ചുള്ള പ്രതീക്ഷകളാണ് ഇവള് നശിപ്പിച്ചത്. നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ശിവരാമൻ അകത്തേക്ക് കയറി പോവാണ്. ശേഷം ശിവരാമൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നോ അല്ലെങ്കിൽ അതെന്തോ ചെയ്യുന്നോ കൊണ്ടിട്ട് അപ്പൊ ആ ഒരു രീതിയിലാണ് പ്രൊമോ കാണിച്ചത്. എന്തായാലും ശിവരാമൻ മരിക്കുമെന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് പ്രൊമോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് എന്താകും എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.